Meet the editors. സ്വർണ്ണക്കൊള്ള അന്വേഷണം വഴിതിരിച്ചുവിടാനോ എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി, സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം SIT നടത്തുന്നു, കോടതിയുടെ മേൽനോട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അന്വേഷണങ്ങളും അറസ്റ്റും ഒക്കെ മുറക്കി നടക്കുന്നുണ്ട്. ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ചെറിയ ഡിലേ, അതിൻ്റെ പേരിൽ ആക്ഷേപമൊക്കെ ഉണ്ടായെങ്കിലും ഏറെക്കുറെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുമുണ്ട്. ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം വഴിതിരിച്ചു വിടാനാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചുള്ള മനുഷ്യർക്കിടയിലുള്ള ഒരു ചിന്തയെക്കുറിച്ച് അതിനെ സ്വാധീനിക്കാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമം എന്നുള്ളതാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉന്നയിക്കുന്ന സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിന്നെ 2 MPമാരുമായി നിൽക്കുന്ന 2 വ്യത്യസ്ത സമയത്തെ ചിത്രങ്ങൾ. ആ ചിത്രങ്ങളാണ് ഇപ്പോൾ വിവാദത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. പോറ്റിയെ കയറ്റി എന്ന ഗാനത്തിന് മറുപടിയായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ ആരോപണം, രാഷ്ട്രീയ നാടകം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ അവതരിപ്പിക്കാം. ഈ ചിത്രം എന്നാണ് പൊങ്ങി വന്നത്? ഇത് ഒക്ടോബർ മാസത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 2-ാം തീയതിയാണ് ഈ ചിത്രം ഉയർന്നു വരുന്നത്. ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ ചിത്രവും വെളിയിൽ വന്നിരുന്നതാണ്. അന്ന് ഈ വിഷയം വിവാദമാക്കിയിരുന്നില്ല ആരും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിയുന്നു. ആ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇതൊരു വലിയ വിവാദമാക്കി ഉയർത്തുന്ന രീതിയിലേക്ക് വന്നത്. അതിനുശേഷമാണ് ആദ്യമായി ഞാൻ കേൾക്കുന്നത് ഈ സോണിയാഗാന്ധിയുടെ കയ്യിലെ ചരട്, അതിനകത്ത് സ്വർണ്ണമുണ്ട്, അത് അവിടെ നിന്നുള്ള സ്വർണ്ണമല്ലേ എന്ന ചോദ്യം ആദ്യമായി ഉന്നയിക്കപ്പെടുന്നു. മുഖ്യമന്ത്രി അത് ശക്തമായി ഏറ്റുപിടിക്കുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോരുന്നുമുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങളുടെ 2-ാം ഘട്ടമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തിരിച്ചടിക്ക് ശേഷം സ്വർണ്ണക്കൊള്ള എടുത്ത് പ്രയോഗിക്കുക തന്നെ വേണം, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് ഇടതുപക്ഷം തീരുമാനിക്കുന്നു. അതേ രീതിയിൽ പോറ്റിയെ കയറ്റിയത് ആരാണെന്ന് ചോദിച്ചുകൊണ്ടുള്ള തിരിച്ചുള്ള രാഷ്ട്രീയ തിരിച്ചറിയുടെ ഭാഗമാണ് ഈ ചിത്രം, അല്ലെങ്കിൽ ഈ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളുടെ കാര്യത്തിൽ ഒരൊറ്റ പ്രശ്നം മാത്രമേ എനിക്കതിനകത്ത് തോന്നുന്നുള്ളൂ. കോൺഗ്രസ്സുകാരുമായി നല്ല ബന്ധമുള്ള ആളുകളാണ് പോറ്റിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കൂട്ടുപ്രതികളും. അതുകൊണ്ടൊക്കെയാണല്ലോ സോണിയാഗാന്ധിയുടെ ഡൽഹി വരെ അത് അവർക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിൻ്റെ അർത്ഥം ഈ ചിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ആൾ അടൂർ പ്രകാശാണ്, MP ആണ്. അപ്പോൾ MP ആയത് 2019 നമുക്കിപ്പോഴും ഡേറ്റ് അറിയില്ല. സാന്ദർഭികമായി 2019 ഈ സംഭവം നടന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഈ 2019 സോണിയാഗാന്ധിയെ പോയി കാണുകയും സോണിയാഗാന്ധിയുമായി നല്ല ബന്ധം അപ്പോഴെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കുകയാണെങ്കിൽ, അതും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി തമ്മിൽ എന്താണ് ബന്ധം? നമ്മൾ വസ്തുത അന്വേഷിച്ച് പോകണമല്ലോ. ഈ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ അവിടെ നിൽക്കട്ടെ. വസ്തുത എന്താണ്? വസ്തുത 2019 ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്, കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. അപ്പോൾ സോണിയാഗാന്ധിയുമായി ഇനി വേണ്ട, സോണിയാഗാന്ധിയുമായി അടുത്ത ബന്ധമുള്ള ആളാണെന്ന് വിചാരിക്കൂ. നമ്മൾ കണ്ടത് 2 ചിത്രമേ ഉള്ളൂ, ആഴ്ചയിലൊരിക്കൽ ഫോൺ ചെയ്യുന്ന ആളുകളാണെന്ന് വിചാരിക്കൂ. എന്നാൽ പോലും എങ്ങനെ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ഇതിനെ ബന്ധിപ്പിക്കാൻ പറ്റും? കൊള്ള നടന്നത് ഇവിടെയാണ്. ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ മുഴുവൻ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഒരംഗവും ഇപ്പോൾ ജയിലിലാണ്. മറ്റൊരു കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വേറൊരു ഉദ്യോഗസ്ഥ പദവിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹവും ജയിലിലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ സോണിയാഗാന്ധിയുമായി ബന്ധമുണ്ട് എന്നതുകൊണ്ട്, സോണിയാഗാന്ധിയുടെ അവിടം വരെ കയറി എന്നുള്ളത് കൊണ്ട് ശബരിമലയിൽ ഇപ്പോൾ നടക്കുന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതൊരു കാരണവശാലും നിൽക്കില്ല. ഇനി അല്ലെങ്കിൽ 2016 മുമ്പ്, അതായത് ദേവസ്വം ബോർഡിൽ UDFന് ഗ്രിപ്പുണ്ടായിരുന്ന സമയത്ത് അന്നേ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് പുറത്തു വരണം. അങ്ങനെയുള്ള ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് സോണിയാഗാന്ധിയുടെ അടുത്ത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് എന്ന് പറയണം. തെളിയട്ടെ. അങ്ങനെയാണെങ്കിൽ അതിനകത്തൊരു വസ്തുത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ പറയുന്നതനുസരിച്ച്, LDF തന്നെ പറയുന്നതനുസരിച്ച് 2019 കാലഘട്ടത്തെ ചിത്രമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ LDF ഭരണകാലമായതുകൊണ്ട് സോണിയാഗാന്ധിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തതുകൊണ്ടോ സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുത്തതുകൊണ്ടോ എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി മറുവാദത്തിന് മുഖ്യമന്ത്രിയുമായി ഒരു ആംബുലൻസ് കൈമാറുന്ന ഒരു ചിത്രമുണ്ടല്ലോ, അതിൽ താക്കോൽ കൊടുക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രി തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റുമോ? കോൺഗ്രസിൻ്റെ മറുവാദം അതാണ്. അതെന്തൊരു അയുക്തിയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയും വലിയ കാട്ടുകളിലാണെന്ന് അറിയാതിരുന്ന ഒരു കാലത്ത് നടന്ന ഒരു ചടങ്ങല്ലേ. ആ സമയത്ത് മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഇത് അറിയാൻ പറ്റുക? അല്ലെങ്കിൽ അതൊരു വലിയ ഫെയിലിയറാണ്, ഇൻ്റലിജൻസ് ഫെയിലിയറാണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇത് അറിയുന്നത് തന്നെ 2025 അത് കാലയെ കൂട്ടി തിരിച്ചറിയാനായില്ല എന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെ 2-ാം ഘട്ടം, എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അടുത്ത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും അതുപോലെ തന്നെ ആൻ്റണി MP, ഈ 2 MPമാരാണ്, എങ്ങനെയാണ് ആ ചിത്രമെടുക്കുന്ന ഘട്ടം വരെ അവിടെ എത്തിയത്? അതേക്കുറിച്ച് വിശദീകരിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. അവർ അത് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ വിശദീകരിച്ചിട്ടില്ല.
ആദ്യം അടൂർ പ്രകാശ് പറയും, ഇന്ന് അദ്ദേഹത്തിന് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ചൂടാവുകയാണ് ചെയ്തത്. എങ്ങനെ ബന്ധമുണ്ട്, എല്ലാ ബന്ധവും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ്, അദ്ദേഹം എന്ത് രീതിയിലാണ് നിങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു ചടങ്ങിന് ഞാൻ പോയി എന്നാണ് പറഞ്ഞത്. ഇന്ന് അദ്ദേഹം പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ട അന്നദാനത്തിൻ്റെ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനാണ് ഞാൻ പോയത്. അപ്പോൾ എൻ്റെ സംശയം, ശബരിമലയിൽ അന്നദാനത്തിൻ്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ പോയതുകൊണ്ട് മാത്രം നിങ്ങൾ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ അടുത്തുള്ള ഒരു ചിത്രത്തിൽ നിങ്ങൾ എത്തിപ്പെടുമോ? ആൻ്റണി MP ആണെങ്കിൽ ഇതുവരെ ഇതേക്കുറിച്ച് ഒരു മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ബൈറ്റ് പോലും പറഞ്ഞിട്ടില്ല. സത്യത്തിൽ സ്വമേധയാ മാധ്യമങ്ങളോട് ഇങ്ങോട്ട് വന്ന് ഇങ്ങനൊരു ചിത്രമുണ്ട്, ആ ചിത്രം ഇതുകൊണ്ടാണ് എന്നല്ലേ പറയേണ്ടത്? അതല്ലേ ഒരു മര്യാദ? അതവർ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ നാട്ടിൽ പ്രമുഖരായ ആളുകൾ എല്ലാവരുമായും തോളത്ത് കൈയിടാൻ രാഷ്ട്രീയക്കാർക്ക് ഒരുപാട് താല്പര്യമുണ്ട്. മോശയുടെ അംശവടി അടക്കമുള്ള തട്ടിപ്പിൽ DGP അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് പോയി പെട്ടെന്ന് നമ്മൾ കണ്ടതല്ലേ. ഈ പ്രധാനപ്പെട്ട ആ നാട്ടിലെ കൊള്ളാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശബരിമലയിലെ വലിയ ദിവ്യാണെന്ന് പറഞ്ഞാൽ പോയി കൈയിടുന്ന ഒരു പരിപാടിയുണ്ട്. അത് ശബരിമലയിലെ ദിവ്യന്മാർ മാത്രമല്ല, നാട്ടിലെ പല വൻ തോക്കുകളുടെയും ബന്ധം ഉണ്ടാക്കാൻ രാഷ്ട്രീയ നേതാക്കളെ കണഞ്ഞു ശ്രമിക്കും. അതുകൊണ്ടാണ് ഈ വൻ തോക്കുകൾ അവസാനം റെയ്ഡിൽ കുടുങ്ങുമ്പോൾ അവരുടെ അലമാരി തപ്പുമ്പോൾ ഇവർക്ക് കൊടുത്ത സംഭാവനയുടെ ഡയറികൾ പുറത്തു വരുന്നത്. എത്രയോ കണക്കുകളുണ്ട്. മണിച്ചൻ കേസ് നമ്മൾ എത്ര എണ്ണം കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിക്കൂടാന്നൊന്നുമില്ല. രാഷ്ട്രീയ നേതാക്കളായതുകൊണ്ട് ഏത് പ്രമുഖനെയും തോളത്ത് കൈയിട്ട് സ്വീകരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇത് തന്നെയാണ് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ബാധകമാവുക. എന്താണ് കടകംപള്ളി സുരേന്ദ്രനും ശബരിമലയിൽ വലിയ കൊള്ള നടത്തിയെന്ന് ഇപ്പോൾ തെളിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്നത്തെ ബന്ധം? രണ്ട് ചിത്രങ്ങൾ എന്തായാലും ഉണ്ട്. ഒരു ചടങ്ങിൻ്റെയാണ്, മറ്റൊന്ന് RSP നേതാവ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ അത് ബാംഗ്ലൂരിൽ വെച്ച് എടുത്തതാണ്. എന്തിനാണ് അവിടെ വെച്ച് ഫോട്ടോ എടുത്തത്, എന്തായിരുന്നു ഇതിൻ്റെ കാരണം? അതും അദ്ദേഹം വിശദീകരിക്കണം. അങ്ങനെ വ്യക്തമായി എല്ലാ കൂട്ടരും വിശദീകരിച്ചാലേ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനി ഞങ്ങളോട് പറഞ്ഞില്ലെങ്കിലും SITക്ക് മുമ്പിൽ പറയണം. അതല്ലാതെ രാഷ്ട്രീയത്തിന് വേണ്ടി ആളുകളുടെ സ്വാധീനിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക, അതങ്ങനെയല്ലേ എന്ന് പറയുക. അതിനകത്ത് എല്ലാം അർത്ഥസത്യങ്ങളാണെന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മറുവാദം തന്നെയാണ് ഞാനും ഇവിടെയും കൂട്ടുപിടിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഫോട്ടോ എടുത്തു എന്നുള്ളത് കൊണ്ട് 2019 കളവിൽ കോൺഗ്രസ്സുകാർക്ക് ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇതൊരു കാരണവശാലും പറയാൻ പറ്റില്ല. 2019 മുഖ്യമന്ത്രിയുടെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രിക്ക് ആംബുലൻസിൻ്റെ താക്കോൽ കൈമാറി എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. പക്ഷേ ദേവസ്വം മന്ത്രിയുമായി 2 ഫോട്ടോകളുണ്ടെങ്കിൽ അത് ആ കാലത്തെ ഒരു അഴിമതിയെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഫോട്ടോയിൽ വന്നതെന്നും ആ ഫോട്ടോ എടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നും അദ്ദേഹം കുറച്ചുകൂടെ വിശദമായി വിശദീകരിക്കണം. നമ്മുടെ അല്ലെങ്കിൽ SIT എടുത്തെങ്കിലും. ഇതുപോലെ തന്നെയാണ് SIT വിപുലീകരിക്കാനുള്ള ഇപ്പോഴത്തെ ഒരു ശ്രമം. SIT വിപുലീകരിക്കുമ്പോൾ 2 ഉദ്യോഗസ്ഥർ പുതുതായി വന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഈ 2 ഉദ്യോഗസ്ഥരെ അന്വേഷണം വൈകിപ്പിക്കാനാണ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആരോപണം. അതും തെളിവുകളില്ലാതെ നമ്മൾ എങ്ങനെയാണ് പറയുക? 2 പേര് വന്നു. ഇതുവരെയുള്ള അന്വേഷണത്തെക്കുറിച്ചുള്ള ഗുണങ്ങളും കുഴപ്പങ്ങളൊക്കെ നമ്മൾ തർക്കിച്ചും വിയോജിച്ചും ഒക്കെ പോയിട്ടുണ്ട്. പുതിയ 2 ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഇപ്പോൾ തന്നെ ഒരു മുൻപേർ ആരോപണം ഉന്നയിക്കുകയാണ്. ഈ ആരോപണങ്ങളെല്ലാം ജനാഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കാനും അവർക്ക് പ്രതികൂലമാക്കാനും പോറ്റിയെ കയറ്റി എന്ന പാട്ട് ഒന്നുകൂടെ ശക്തമായി പാടാനും പോറ്റിയെ ആരാണ് കയറ്റിയെന്ന് പറഞ്ഞ് പോറ്റി പാരടിക്ക് ഒരു കൗണ്ടർ ഗാനം ഉണ്ടാക്കാനും കൗണ്ടർ നറേറ്റീവ് ഉണ്ടാക്കാനും ഉള്ള ശ്രമങ്ങളാണ്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അടിയാണ്. 2 കൂട്ടരുടെ ഭാഗത്തു നിന്നും കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായി പറയാനുണ്ട്. ഇന്നും സർക്കാർ പറയാത്ത ഒരു കാര്യം, SIT വളരെ നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അവരെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ പത്മകുമാറിനെ എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനെങ്കിലും ചെയ്യാത്തത്? പണ്ട് ഓർക്കുന്നുണ്ടോ, ആലപ്പുഴയിൽ അരി അടിച്ചു മാറ്റി എന്ന് പറഞ്ഞിട്ട് ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യരെ വാർത്ത വന്ന് എനിക്ക് തോന്നുന്നു 1/2 മണിക്കൂറിനകം അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അവസാനം വാർത്ത തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ പാർട്ടി തിരിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ ചെയ്യാനൊക്കെ പറ്റും. ഈ കാര്യത്തിൽ പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും വിശദീകരിക്കാനുണ്ട്. സ്വർണ്ണക്കൊള്ളയിലെ പൊതുബോധം വഴിതിരിച്ചു വിടാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നു. അന്വേഷണം അത് തൽക്കാലം വഴിതിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. ഓക്കെ, നമുക്ക് പിയാസുനിൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. പിയാസുനിൽ, അന്വേഷണത്തെ വഴിതെറ്റിച്ചു വിടാൻ വേണ്ടിയാണ് 2 മുതിർന്ന ഉദ്യോഗസ്ഥരെ, ഒരാൾ ശിവകുമാർ, മറ്റൊന്ന് സുധീഷ്, 2 പേരെയും SITയിലേക്ക് ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ SIT ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. SIT തന്നെ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥരെ മാത്രമേ ഇതിലേക്ക് നിർദ്ദേശിക്കാൻ കഴിയൂ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് SITയിലേക്ക് 2 അംഗങ്ങളെ കൊടുക്കാനൊന്നും കഴിയില്ല. അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് സോണിയാഗാന്ധി വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. ആദ്യം ഈ പോറ്റിയെ കയറ്റിയത് എവിടെയാണ്, അത് അവിടെയല്ലേ, ഡൽഹിയിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പരിഹാസത്തോടു കൂടിയാണ് ചോദിക്കുന്നതെങ്കിലും ആ ക്യാമ്പയിൻ ഇടതുപക്ഷം സജീവമാക്കുന്നു എന്ന സൂചനയാണോ? അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത്?
ഉറപ്പായും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ LDF ഉയർത്തുന്നത്. മുഖ്യമന്ത്രി ഇന്ന് ചോദിച്ച ചോദ്യവും വളരെ പ്രസക്തമാണ്. കാരണം സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് വഴിവെട്ടിയത് ആരാണ്? ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് വഴിവെട്ടിയത് ആരാണ് എന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ചിരിക്കുന്നത്. അതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസ്സുകാരല്ലേ? കോൺഗ്രസ്സുകാർ മറുപടി പറയണ്ടേ? കോൺഗ്രസ് നേതാക്കൾ അതിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം കാണിക്കണ്ടേ? അടൂർ പ്രകാശ് ആ ചിത്രത്തിലുണ്ട്, ആൻഡോ ആൻ്റണി ആ ചിത്രത്തിലുണ്ട്. ഇവർ രണ്ടുപേരും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. മറ്റ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ്. KC വേണുഗോപാലിനോട് ഇതേ ചോദ്യം മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഈ മൈക്കിന് മുന്നിൽ നിന്ന് ഓടി മാറുന്ന KC വേണുഗോപാലിനെയാണ് കണ്ടത്. കോൺഗ്രസ്സുകാർ ഈ വിഷയത്തിൽ, കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ വ്യക്തമായ മറുപടി പറയാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നമുക്ക് സോണിയാഗാന്ധിയുമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. സോണിയാഗാന്ധി എന്നത് നിസ്സാരമായൊരു വ്യക്തിയല്ല. ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ച 2019 അതിനു മുൻപാകാം, ഒരുപക്ഷെ 2014 അപ്പോൾ എത്രയോ കാലമായി കോൺഗ്രസ് നേതാക്കളുമായി നല്ല അടുപ്പമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടൂർ പ്രകാശ് ദേവസ്വം മന്ത്രിയായിരുന്നു. അപ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്ന അടൂർ പ്രകാശും ആ ചിത്രത്തിലുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ആ ചിത്രം എടുക്കുമ്പോൾ അടൂർ പ്രകാശ് ദേവസ്വം മന്ത്രി ആയിരിക്കില്ല, അതിനുശേഷം എടുത്തതായിരിക്കാം. പക്ഷേ അവിടെ ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോണിയാഗാന്ധിയെ ഒരു നേതാവിന്, ഒരു വ്യക്തിക്ക് കാണണമെങ്കിൽ നമുക്കറിയാലോ, SPG സുരക്ഷയുണ്ടായിരുന്ന നേതാവാണ് സോണിയാഗാന്ധി. SPG സുരക്ഷ എങ്ങനെയാണ് വരുന്നത്? രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അന്ന് പ്രത്യേക നിയമം കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുകയാണ് SPG സുരക്ഷയ്ക്കായിട്ട്. അങ്ങനെ പ്രധാനമന്ത്രിയും നെഹ്റു കുടുംബത്തിലെ 3 വ്യക്തികളും, അത് സോണിയാഗാന്ധിയാണ്, പ്രിയങ്ക ഗാന്ധിയാണ്, രാഹുൽ ഗാന്ധിയാണ്, ഈ 4 പേർക്ക് വേണ്ടി മാത്രം കേന്ദ്ര സർക്കാർ നിയമം മൂലം ഉണ്ടാക്കിയ ഒരു സുരക്ഷാ ഫോഴ്സാണ്, സെക്യൂരിറ്റി ഫോഴ്സാണ് SPG എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് സോണിയാഗാന്ധിക്ക് SPG സുരക്ഷയുണ്ടായിരുന്നു. 2019 നരേന്ദ്രമോദി സർക്കാർ SPG സുരക്ഷ അവിടെ നിന്ന് മാറ്റുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് മാത്രമേ ഉള്ളൂ SPG സുരക്ഷ. അപ്പോൾ SPG സുരക്ഷയുണ്ടായിരുന്ന സോണിയാഗാന്ധിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടത്. അങ്ങനെയൊന്നും സാധാരണ നിലയ്ക്ക് കാണാൻ പറ്റില്ല. ആരാണ് കാണാൻ പോകുന്നത്? അയാളുടെ പ്രൊഫൈൽ എന്താണ്? അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? എല്ലാം SIT വളരെ കൃത്യമായി പരിശോധിക്കും. അപ്പോൾ വളരെ കൃത്യമായി പവർഫുള്ളായ ഒരാൾ സോണിയാഗാന്ധിയുടെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകണം. അദ്ദേഹം അപകടകാരിയല്ല എന്നൊക്കെ കൃത്യമായി അവർക്ക് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ ഈ കൂടിക്കാഴ്ച നടക്കുകയുള്ളൂ. മാത്രമല്ല ഇത് നമുക്കറിയാലോ, അഹമ്മദ് പട്ടേലായിരുന്നു നേരത്തെ സോണിയാഗാന്ധിയുടെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരുപക്ഷെ ആ കാലത്ത് അഹമ്മദ് പട്ടേലിൻ്റെ മരണത്തിന് ശേഷം അശോക് ഗെഹ്ലോട്ടായിരുന്നു ഓർഗനൈസിംഗ് സെക്രട്ടറിയായി വന്നത്, KC വേണുഗോപാലിന് മുൻപ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഉയർന്ന നേതാക്കളുടെ അനുമതിയൊക്കെ വാങ്ങിയ ശേഷമേ ഇത് നടക്കൂ. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി സോണിയാഗാന്ധിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അത് വെറും ഫോട്ടോ എടുക്കുന്നതല്ല, സോണിയാഗാന്ധിയുടെ കയ്യിലൊരു ചരടൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. SPG സുരക്ഷയുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ ദേഹത്ത് തുടരണമെങ്കിലേ അതിനൊക്കെ തന്നെ വലിയ സുരക്ഷാ അനുമതിയൊക്കെ വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു 10 ജൻപത്ത് പോലുള്ള വളരെ സുരക്ഷയൊക്കെ ഉള്ള ഈ ഒരു പ്രദേശത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി കയറി എന്ന് പറയുന്നത് അത്ര നിസ്സാര സംഭവമൊന്നുമല്ല. അതിന് കോൺഗ്രസ്സുകാരൻ മറുപടി പറഞ്ഞേ മതിയാകും. മാത്രമല്ല ഈ കേസിൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഈ ഗോവർദ്ധനാണല്ലോ ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യക്തി. ഈ ഗോവർദ്ധൻ ബെല്ലാരിയിൽ നിന്നുള്ള ജ്വല്ലറാണ്. ബെല്ലാരിയിൽ സ്വർണ്ണക്കട നടത്തുന്ന ആളാണെന്നാണല്ലോ പറയുന്നത്. ബെല്ലാരിക്കൊരു പ്രത്യേകതയുണ്ട്. 1999 സോണിയാഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിച്ച മണ്ഡലമാണ് ബെല്ലാരി എന്ന് പറയുന്നത്. അന്ന് സുഷമ സ്വരാജ് ആയിരുന്നു സോണിയാഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥി. അന്ന് 4,14,000 വോട്ടിനാണ് സോണിയാഗാന്ധി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ബെല്ലാരി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ്. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ പ്രദേശമാണ്. അവിടെ വളരെ കുറച്ച് 1-2 തവണ മാത്രമേ BJP വിജയിച്ചിട്ടുള്ളൂ. കൂടുതൽ തവണയും അവിടെ കോൺഗ്രസ് ആണ് വിജയിച്ചിട്ടുള്ളത്. ഇപ്പോഴും അവിടെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഈ ബെല്ലാരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥലമായൊക്കെ തന്നെ കോൺഗ്രസിന് നല്ല അടുത്ത ബന്ധമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് അവിടെയൊക്കെ ബന്ധമുള്ള ഒരാളായിരിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇതൊന്നും ഒരു അന്വേഷണത്തിൻ്റെ സാധ്യതയല്ല കേട്ടോ. പക്ഷേ ഞാൻ പറയുന്നത്, ഒരു അന്വേഷണ സംഘത്തിന് വേണമെങ്കിൽ ഇതൊക്കെ ഇതെല്ലാം കണക്ട് ചെയ്യാം അന്വേഷണ സംഘത്തിന്. അപ്പോൾ അന്വേഷണ സംഘത്തിന് പരിധിയില്ലാതെ അന്വേഷണം നടത്താം.
ഈ വിഷയത്തിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണം എന്ന് അന്വേഷണ സംഘം തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശ് സാധാരണ വ്യക്തിയല്ലല്ലോ. അടൂർ പ്രകാശ് ദേവസ്വം മന്ത്രിയായിരുന്നു. അപ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്ന അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണം എന്ന് SIT തീരുമാനിക്കുമ്പോൾ അത് പിന്നീട് രാഷ്ട്രീയ പ്രേരിതമാണ്. അടൂർ പ്രകാശ് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യില്ല. ആ സമയത്ത് ഒന്ന് റവന്യൂ, കയർ, പിന്നെ ആരോഗ്യം, ഈ ഭക്ഷ്യ വിതരണം, ഈ 4 വകുപ്പുകളെ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. പക്ഷെ അങ്ങ് പറയുന്നത് പോലെ കോന്നി MLA ആയിരുന്നു, ശബരിമല നിൽക്കുന്ന പ്രദേശത്തെ MLA ആണ്. ക്ഷമിക്കണം, പിന്നീട് 2019 MP ആയി എന്നുള്ളതും വാസ്തവമാണ്. ഓക്കെ ക്ഷമിക്കണം. അപ്പോൾ ഒരു മന്ത്രിയായിരുന്നു. അപ്പോൾ മന്ത്രിയായിരുന്ന അടൂർ പ്രകാശ്, ഈ ദേശീയ തലത്തിൽ വലിയ സ്വാധീനമുള്ള അടൂർ പ്രകാശ്, ഈ ചിത്രത്തിൽ അടൂർ പ്രകാശ് വരുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഏതായാലും അടൂർ പ്രകാശ് വഴിയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിയെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഇവരൊക്കെ തമ്മിൽ നല്ല അടുത്ത ബന്ധമുണ്ട് എന്നത് വളരെ കൃത്യമാണ് ഈ ഒരു ചിത്രത്തിൽ നിന്ന്. അപ്പോൾ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് മറുപടി പറയാൻ മടി എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് SIT തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് SIT പോകുമ്പോൾ ഇത് അന്വേഷണം വഴിതിരിച്ചു വിടലാകുന്നു. അപ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്നത് ആദ്യം അവസാനിപ്പിക്കണം. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് കയറ്റിയത്? ആരാണ് ഇതിനുവേണ്ടി അനുമതി വാങ്ങിയത്? ആരാണ് ഇതിനുവേണ്ടി ഇടപെട്ടത്? ആരാണ് ഇതിനുവേണ്ടി സുരക്ഷാ അനുമതി വാങ്ങിയത്? ഇക്കാര്യത്തിലൊക്കെ തന്നെ വളരെ വ്യക്തമായി കോൺഗ്രസ് പ്രതികരിക്കട്ടെ എന്നിട്ട് പറയണം ഈ അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള നീക്കമാണ്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെട്ടാണ് ഈ നീക്കങ്ങൾ നടത്തുന്നതെന്നൊക്കെ എന്നിട്ട് കോൺഗ്രസ് പറയട്ടെ എന്ന്. അതല്ലാതെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഓടി മാറുന്ന നേതാക്കളാണ് ഇപ്പോൾ എല്ലാവരും ഓടി മാറുകയാണ്. ആദ്യം അടൂർ പ്രകാശിനോട് ഈ വിഷയത്തിൽ ചോദിച്ചപ്പോൾ അടൂർ പ്രകാശ് പൊട്ടിത്തെറിക്കുകയായിരുന്നു മാധ്യമങ്ങളോട്. അങ്ങനെ എല്ലാ ബന്ധങ്ങളും നിങ്ങളോട് പറയാൻ പറ്റുമോ എന്നൊക്കെയാണ് അടൂർ പ്രകാശ് ചോദിച്ചത്. ഇന്ന് കുറച്ചുകൂടി ലൈറ്റായി അടൂർ പ്രകാശ്, അന്വേഷണ സംഘം വിളിപ്പിച്ചാൽ നിങ്ങളെ കൂട്ടി ഒരുമിച്ച് പോകാം എന്നൊക്കെയാണ് അടൂർ പ്രകാശ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതായാലും ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വേണം. അത് തീർച്ചയായും LDFനെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചും ഒരു പൊളിറ്റിക്കൽ ആയുധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട്, പോറ്റിയെ കയറ്റി എന്നാണല്ലോ പാട്ട്. അപ്പോൾ ആ പാട്ടിൽ ഈ പോറ്റിയെ കയറ്റിയത് ആരാണ് എന്നുള്ള ചോദ്യം ഇപ്പോൾ കോൺഗ്രസിന് നേർക്കാണ് വരുന്നത്. അപ്പോൾ കോൺഗ്രസ് ആണ് അവിടെ മറുപടി പറയേണ്ടത്. അപ്പോൾ ഇതൊരു ബൂമറാങ് ആകുന്നുണ്ടോ ഈ ഒരു പാരഡി എന്നുകൂടി നമ്മൾ കാണേണ്ടി വരും. ഏതായാലും ഈ വിഷയത്തിൽ LDFന് മാത്രമല്ല, അല്ലെങ്കിൽ CPMൻ്റെ ഭരണകാലത്ത് മാത്രമല്ല, അതിനു മുൻപുള്ള കാലത്തും ഈ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് ഈ വിഷയത്തിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ പുറത്തു വരണം. അന്വേഷണ സംഘം തീർച്ചയായും ഈ വിഷയത്തിലൊക്കെ തന്നെ ഏത് ഘട്ടം വരെയും അന്വേഷണ സംഘത്തിന് നീങ്ങാം. കാരണം സർക്കാരല്ലോ അന്വേഷണ സംഘത്തെ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഹൈക്കോടതി തീരുമാനിച്ചതാണ്. 2 അംഗങ്ങളെ ഉൾപ്പെടുത്തി എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ അനുമതിയോടെ ചെയ്യുന്നതാണ്. അല്ലാതെ ഏകപക്ഷീയമായി SITക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുകയുമില്ല. ഓരോ ഉദ്യോഗസ്ഥരെയും ഹൈക്കോടതി നേരിട്ട് നിയമിച്ചാണ് ഇങ്ങനെ ഒരു SIT രൂപീകരിച്ചത്. അവർക്ക് എന്തൊക്കെ അന്വേഷിക്കണം എന്നത് ഹൈക്കോടതിയുടെ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അവിടെ സർക്കാർ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വലിയ പ്രത്യാഘാതമായിരിക്കും സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് നേരിടേണ്ടി വരിക. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും ആ ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും ഇവിടെ കോൺഗ്രസ് ക്ലാരിറ്റി വരുത്തണം, കോൺഗ്രസ് മറുപടി പറയണം. ഇവിടെ അന്വേഷണം വഴിതിരിച്ച് വിടാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ കോൺഗ്രസ് ആണെന്ന് ആരോപിച്ചാൽ അതും തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് കോൺഗ്രസ് ക്ലാരിറ്റി വരുത്തട്ടെ ആദ്യം. അതിനുശേഷം ഇക്കാര്യത്തിൽ ഈ അന്വേഷണം സംബന്ധിച്ചുള്ള വിമർശനങ്ങളാകാം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്കൊരു ഇടവേള കൂടി വേണം. വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ വിവാദം എന്നാണ് ചോദ്യം. സുജയ, രാഷ്ട്രീയ വിവാദം നടക്കുന്നുണ്ടല്ലോ, ആദ്യം മുതലേ ഉണ്ട്. അതിൻ്റെ ഒരു ആദ്യത്തെ പ്രതിഫലം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടുകയും ചെയ്തു. പക്ഷേ അതേ പ്രതിഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുമ്പോഴാണ് കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ സോണിയാഗാന്ധിയുടെ ചിത്രം ഇതിലേക്ക് വരുന്നത്. ഇപ്പോൾ ആ ചിത്രമാണ് ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും പിടിവള്ളിയായി നിൽക്കുന്നതായിട്ട് നമ്മൾ കാണേണ്ടത്. ഇവിടെ SIT ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണം വഴിതിരിച്ചു വിടും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം. ഇപ്പോൾ 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് SIT വിപുലീകരിച്ചിട്ടുമുണ്ട്. ഇനിയുള്ള സമയം എന്ന് പറയുന്നത് വളരെ ചുരുക്കം. ഇന്ന് ജനുവരി മാസം 1-ാം തീയതിയാണ്. 5-ാം തീയതിയാണ് ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടത്. അതിനുശേഷം 10 ദിവസം കൂടിയാണ് അന്വേഷണത്തിന് SITക്ക് കിട്ടുക. ജനുവരി 15 വരെയാണ് ഹൈക്കോടതി നീട്ടിക്കൊടുത്തിരിക്കുന്ന സമയപരിധി നിൽക്കുക. അതിനിടയിൽ അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് കഴിയുമോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അന്വേഷണത്തിൽ ഇനിയും കണ്ടെത്തേണ്ട പലതിലേക്കും എത്താൻ SITക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇടയിലുണ്ടാകുന്ന രാഷ്ട്രീയ വിവാദങ്ങളടക്കം പല കാര്യങ്ങളും പലരിലേക്കും, അതായത് ഹൈക്കോടതി ചോദിച്ച ആ വലിയ ആളുകളിലേക്ക് ഇതുവരെയും പൂർണ്ണമായും എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത്
ഒളിച്ചു വെച്ചു എന്നുള്ള ഒരു വിമർശനം വരുന്നത്. അപ്പോൾ ഒളിച്ചു വെച്ചതല്ല എന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ കടകംപള്ളിയിലേക്ക് ഇതെത്തും എന്നുള്ളത് പല ഘട്ടത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോഴും ഇവിടെ പലരും ഒന്നുമില്ല, എൻ വാസുവിൽ നിൽക്കുമെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ ശേഷം പത്മകുമാറിൽ നിൽക്കുമെന്ന് പറഞ്ഞു, കടകംപള്ളിയിലേക്ക് എത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴെന്തായാലും കടകംപള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് ആരിലേക്ക് എത്തും അതാണ് അറിയേണ്ടത്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം കയറ്റിയത് എവിടെയാണ്? ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ആയുധം മുഖ്യമന്ത്രി ഇപ്പോൾ തൊടുത്തുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. ആദ്യം കയറ്റിയത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണ്. അതീവ സുരക്ഷാ മേഖലയിലുള്ള സോണിയാഗാന്ധിയുടെ വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ പോകാൻ കഴിയില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിൽ വർഷങ്ങളായി ബാല്യകാല സൗഹൃദമൊന്നുമുള്ള ആളുകളല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും വരാൻ കഴിയില്ല. അപ്പോൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് അവിടേക്ക് കൊണ്ടുപോയത് ആരാണ്? അവിടെയാണ് ഈ അടൂർ പ്രകാശ് പറയുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തനിക്ക് പങ്കില്ല, തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല. വിളിപ്പിക്കാത്ത ആ കാര്യം വിളിപ്പിച്ചു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത വന്നു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന രീതിയിൽ വാർത്ത വന്നു. അപ്പോൾ ആ വാർത്തയുടെ പിന്നിൽ ആരാണ് എന്ന കാര്യമാണ് അടൂർ പ്രകാശ് ചോദിക്കുന്നത്. അപ്പോൾ അതിലും ന്യായീകരണവുമായി വരുന്നുണ്ട്. പക്ഷേ ആ ന്യായീകരണം എത്രത്തോളം നിലനിൽക്കും? ഒന്നുമില്ലാതെ ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു, കാരണം കടകംപള്ളിയെ വിളിച്ചെങ്കിൽ അടൂർ പ്രകാശിനെ വിളിച്ചു എന്നുള്ള ഒരു സന്തുലനാവസ്ഥ കൊണ്ടുവരിക എന്ന് പറയുമല്ലോ. അപ്പോൾ ആ ഒരു ഇക്വിലിബ്രിയം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. പക്ഷേ അതെന്തായാലും പാളിപ്പോയിട്ടുണ്ട്. അടൂർ പ്രകാശിനെ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. വിളിപ്പിച്ചു അല്ലെങ്കിൽ ചോദ്യം ചെയ്തു എന്ന് SIT പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് അടൂർ പ്രകാശ് ഒരു കാര്യം കൂടി കടത്തി പറയുന്നത്, എന്നെ ഇനി വിളിപ്പിക്കുകയാണെങ്കിൽ SITയുടെ മുന്നിൽ ഹാജരാകുന്നതിന് മുൻപ് ഞാൻ മാധ്യമങ്ങളെയും കൂടി കാണും. എന്നെ SIT വിളിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ തന്നെ പറയും. SITയുടെ മുന്നിൽ ഈ കാര്യത്തിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ പറയും. എന്നാൽ പിന്നെ അടൂർ പ്രകാശിന് അത് ഇപ്പോഴേ പറഞ്ഞുകൂടെ? അറിയാവുന്ന കാര്യങ്ങൾ. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള കൂട്ടുകെട്ട് ഉണ്ടായത്? ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടത് അതൊരു അന്നദാനവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് അടൂർ പ്രകാശ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അന്നദാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പൂജകളുമായി ബന്ധപ്പെട്ട് ബന്ധമുള്ള ഒരാൾ ആ ഒരു ബന്ധത്തിന്റെ പേരിൽ മാത്രം സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് അക്കമ്പനി ചെയ്തു പോകുമോ? 2019 ശേഷം അടൂർ പ്രകാശ് MP ആണ്. മന്ത്രിയായിരുന്ന വേളയിലോ MLA ആയിരുന്ന വേളയിലോ അല്ല ഈ പോക്ക് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2019 അദ്ദേഹം MP ആയതിനു ശേഷം 2019 മെയ് മാസത്തിന് ശേഷം ആയിരിക്കണം ഈ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അടൂർ പ്രകാശ് നിഷേധിക്കട്ടെ, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റു കോൺഗ്രസ് നേതാക്കൾ നിഷേധിക്കട്ടെ. എന്തായാലും അതുവരെയുള്ള നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 2019 മെയ് ശേഷമുള്ള ഈ കൂടിക്കാഴ്ചയെ പറ്റി വിശദീകരിക്കേണ്ടത് ആ കൂടിക്കാഴ്ചയിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രതികളല്ലാത്ത ഇപ്പോൾ പുറത്തു നിൽക്കുന്ന രണ്ടുപേരാണ്. ആൻഡ്രൂ ആന്റണി MPയും അടൂർ പ്രകാശ് MPയും. രണ്ടുപേരും അത് വിശദീകരിച്ചേ പറ്റൂ. കാരണം അവരാണത് വിശദീകരിക്കേണ്ട ബാധ്യതയുള്ളവർ. അല്ലാതെ അവർ ഈ പടപ്പിൽ തല്ലിയിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രിയെ, പൊളിറ്റിക്കൽ സെക്രട്ടറി, ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് വിമർശിക്കാം, രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാം. പക്ഷേ നിങ്ങളുടെ ചിത്രം പുറത്തു വന്നു കഴിയുമ്പോൾ, മുഖ്യമന്ത്രിയുടെ ചിത്രം വന്നു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അതിന്റെ വീഡിയോ ഫുട്ടേജ്, മുഖ്യമന്ത്രിയല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട സർക്കാർ വൃത്തങ്ങൾ തന്നെ ആ വീഡിയോ ഫുട്ടേജ് അതേപടി റിലീസ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി പോയി രഹസ്യം പറഞ്ഞതല്ല, പിന്നിലൂടെ നടന്നു പോയതാണെന്ന് വ്യക്തമാകുന്ന വീഡിയോ ഫുട്ടേജ് നമ്മുടെ മുന്നിലേക്ക് വരികയും ചെയ്തു. അതേപോലെ എന്താണ് സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് ഇയാൾക്കൊപ്പം പോകാനുണ്ടായ സാഹചര്യം എന്താണ്? ആ സാഹചര്യം വ്യക്തമാക്കിയാൽ മതി. നമ്മൾ ഈ മലയാളം പരീക്ഷയ്ക്കൊക്കെ കാണുന്നത് പോലെ സന്ദർഭവും സ്വാരസ്യവും വ്യക്തമാക്കിയാൽ മതി. ആ ചോദ്യം അവിടെ തീർന്നു. അതോടെ ആ കാര്യത്തിലെല്ലാം ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന പുകപടലങ്ങളെല്ലാം നീക്കാനും കഴിയും. അപ്പോൾ ആ ക്ലാരിറ്റി വരുത്തുന്നതിലേക്ക് അടൂർ പ്രകാശ് കടക്കും. പാർട്ടിക്കും അതാണ് നല്ലത്. തെരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി കഷ്ടിച്ച് 100 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അദ്ദേഹം ചെയ്യണം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയിൽ നിന്നാണ് ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നുള്ള വാർത്ത വന്നത് എന്ന് അടൂർ പ്രകാശ് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറയുമ്പോൾ അതിനോടൊപ്പം അദ്ദേഹത്തിന് കൂട്ടിച്ചേർക്കാവുന്നതല്ലേ ഉള്ളൂ. എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പോയത്, ഗോവർദ്ധനൊപ്പം പോയത്? ഈ രണ്ടുപേരെയും എത്ര കാലമായി അറിയാം? ഇവരുമായിട്ടുള്ള ഇടപാട് എന്താണ്? എന്തെങ്കിലും കച്ചവടം ഉണ്ടോ? റിയൽ എസ്റ്റേറ്റ് ഉണ്ടോ? എന്താണ് ബന്ധം? ആ ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞല്ലോ. അപ്പോൾ അത് പറയാതെ മറുഭാഗത്ത് ഈ പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ടുപാടി നടക്കുമ്പോൾ, പോറ്റിയെ കേറ്റിയെ എന്നുള്ളത് അവിടെ സഖാക്കളാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റി എന്നുള്ള വരി കൂടി ചേർത്ത് ഇപ്പുറത്തെ ഇടതുപക്ഷത്തിനും BJPക്കും പാടാൻ കഴിയുന്ന സാഹചര്യമാണ്. എന്തായാലും അങ്ങനെ ഒരു നറേറ്റീവിലേക്ക് BJP പോകുന്നു എന്നുള്ളൊരു സൂചന ഇന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനിൽ നിന്ന് നമ്മൾ കാണുകയും ചെയ്തു. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണം എന്നാണ് K സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സോണിയാഗാന്ധി വിശദീകരിക്കണം എന്നതാണ്. അതായത് അടൂർ പ്രകാശോ ആൻഡ്രോ ആന്റണിയോ കൂടെ വെറുതെ നിന്നതാണെങ്കിൽ, അക്കമ്പനി ചെയ്തവരാണെങ്കിൽ, കണ്ടത് ചരട് കെട്ടിയത് ആരുടെ കയ്യിലാണ്? സോണിയാഗാന്ധിയുടെ കയ്യിലാണ്. അപ്പോൾ ഹു ഇസ് ദിസ് എന്നുള്ള ചോദ്യത്തിന് സോണിയാഗാന്ധി ഒരു വാക്ക് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു എക്സ്പോസ്റ്റ് ഇട്ടാൽ മതി. അവിടെ കഴിയും. ഇത്രയും വലിയൊരു നേതാവ് സംശയ നിഴലിൽ നിൽക്കുന്നത് ശരിയല്ല. സോണിയാഗാന്ധിക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഇടപാടുമായി അല്ലെങ്കിൽ അവർ സ്വർണ്ണം കക്കാൻ കൂട്ടുനിന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ അവരുടെ മേൽ ഒരു സംശയത്തിന്റെ നിഴലുണ്ട്. അവരെ കാണാൻ പോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, ഗോവർദ്ധനാണ്. സമ്മാനം കൈമാറിയ ചിത്രമടക്കം പുറത്തു വരുന്നു. അപ്പോൾ എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച? വെറുതെ ഒരു ഫ്രണ്ട്ലി വിസിറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പിന്നിൽ? ഈ ഒരു സൗഹൃദം എവിടെ നിന്നാണ്? അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ വരണം. കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുന്നതിനൊപ്പം SITയുടെ പോക്കിനെ ഹൈക്കോടതി വിമർശിച്ചതും കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കാര്യമാണ്. അന്വേഷണം തണുപ്പൻ രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് എന്നതാണ് 2 ദിവസം മുൻപ് ഹൈക്കോടതി ചോദിച്ചതായി നമ്മുടെ മുന്നിലേക്ക് വന്നത്. ഇതിൽ A പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അവധിക്കാല ബെഞ്ച് ചോദിച്ചത് അന്വേഷണം തണുപ്പൻ മട്ടിലാണോ? അപ്പോൾ ഹൈക്കോടതിക്ക് അതൃപ്തിയുണ്ട്, അന്വേഷണത്തിന്റെ പ്രോഗ്രസിൽ അതൃപ്തിയുണ്ട്. അപ്പോൾ ആ അതൃപ്തി മാറ്റുന്നതിനായി 2 ഉദ്യോഗസ്ഥരെ കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം ഇങ്ങനെ പോയാൽ പോരാ, ഫാസ്റ്റായി പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആരിലേക്കാണോ എത്തേണ്ടത് അവരിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഈ അന്വേഷണം എത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ സ്വർണ്ണക്കൊള്ള നടന്നു, അതാണല്ലോ ഇപ്പോൾ SIT പുറത്തുവിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ SITയിൽ നിന്ന് മാധ്യമങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ED അന്വേഷിക്കുന്ന പോലെ തന്നെയാണ്. SITയുടെ ഭാഗത്തു നിന്നും സെലക്റ്റീവായിട്ട്
ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പുറത്തേക്ക് വരുന്നുണ്ട്. അതെല്ലാ മാധ്യമങ്ങളും തലക്കെട്ടാക്കുന്നുണ്ട്. പ്രഭാമണ്ഡലം പൊളിച്ചു, അതുപോലെ തന്നെ ഈ സ്വർണ്ണപ്പാളിയിൽ ഉൾപ്പെട്ട ഭാഗങ്ങളുടെയൊക്കെ ഡീറ്റെയിലിംഗ് ആണ് ഇന്ന് രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഏതെങ്കിലും വിഗ്രഹം കൊണ്ടുപോയി എന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇൻപുട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീകോവിലിന്റെ വാതിലിന്റെ കട്ടിള പൊക്കിയത് നമുക്കറിയാം. കട്ടിള പൊക്കി ആ കട്ടിള കൊണ്ടുപോയി അമ്പത്തൂരിൽ പൂജ ചെയ്തു. അപ്പോൾ ആ കട്ടിളയിലാണ് ദശാവതാരം ആലേഖനം ചെയ്തിരിക്കുന്നത്. അല്ലാതെ അത് പ്രത്യേകമായിട്ടുള്ള ഒരു എൻറ്റിറ്റി അല്ല. അപ്പോൾ ആലേഖനം ചെയ്തിരിക്കുന്ന ദശാവതാരം, അതുപോലെ തന്നെ 2 ചെമ്പുപാളികളിൽ നിന്ന് ഈ രാശി ചിഹ്നങ്ങളൊക്കെ ആലേഖനം ചെയ്തിരിക്കുന്നിടത്ത് സ്വർണ്ണം കവർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി ഈ 3 പേരുമാണ് ഈ സ്വർണ്ണം അത് വേർതിരിച്ചെടുത്തിട്ട് സാധാ സ്വർണ്ണം പോലെ നമ്മൾ 916 അല്ലെങ്കിൽ 18 ക്യാരറ്റ് സ്വർണ്ണമോ വിൽക്കുന്നത് പോലെയാണോ, അതോ ശബരിമലയെ സ്വർണ്ണം എന്ന രീതിയിലാണോ ഇത് കച്ചവടം ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ആക്ച്വൽ ആയിട്ടുള്ള പാളികൾ തന്നെ അതുപോലെ മാറ്റുകയാണോ ചെയ്തത്? കാരണം ഡ്യൂപ്ലിക്കേഷൻ നടത്താൻ സാധിക്കുന്ന ഒരു സംവിധാനമാണല്ലോ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉള്ളത്. അപ്പോൾ അത് കച്ചവടം നടത്തിയോ പുരാവസ്തു സംഘങ്ങൾ വഴി, അല്ലെങ്കിൽ ഈ രീതിയിൽ ശബരിമലയിലെ ശ്രീകോവിൽ എന്ന രീതിയിൽ തന്നെ കച്ചവടം ചെയ്തോ? അതിലേക്കൊക്കെയാണ് അന്വേഷണം എത്തേണ്ടത്. അപ്പോൾ കട്ടത് എന്തൊക്കെ കട്ടു എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് പുറത്തു വരണം. അത് പുറത്തു വന്നില്ലെങ്കിൽ അന്വേഷണം വഴിതിരിഞ്ഞു പോകുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും. നിലവിൽ വഴിതിരിച്ചു വിടുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇപ്പോൾ ശബരിമല മുഴുവൻ ചെമ്പ് പൊതിഞ്ഞ രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ? അപ്പോൾ എല്ലാവരുടെയും ചെമ്പ് പുറത്തു വരട്ടെ. അതിപ്പോൾ ഏത് സർക്കാരായാലും, UDF ആയാലും LDF ആയാലും, ഏത് സർക്കാരിന്റെ കാലത്താണ് ഈ ചെമ്പായി മാറിയതെന്ന് വെച്ചാൽ ആ ചെമ്പ് തെളിയണം എന്നുള്ളതാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ കൂടി എൻ്റെ അഭിപ്രായം. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. സ്വർണ്ണക്കൊള്ള വഴിതിരിച്ചുവിടാനുള്ള രാഷ്ട്രീയ വിവാദമാണോ കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ അതല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനത്തിലേക്ക് വരാം. പ്രതിപക്ഷ നേതാവ് ഈ SITയിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന 2 മുതിർന്ന ഉദ്യോഗസ്ഥരെ, CA ആയിരുന്ന DYSP ആയ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലേക്ക് എത്തിയിരിക്കുന്ന ശിവകുമാറിനെയും സുധീഷിനെയും കുറിച്ചാണ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് CPM-യുമായി അടുത്ത ബന്ധമുള്ള 2 ഉദ്യോഗസ്ഥരെ SITയിലേക്ക് തിരികെ കയറ്റിയത് വഴി SITയുടെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനും അതിൻ്റെ വേഗത കുറയ്ക്കാനും ഒപ്പം തന്നെ ചില വിഷയങ്ങൾ ലീക്ക് ചെയ്യാനും ചോർത്താനുമുള്ള ഒരു സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഈ വിമർശനത്തിലൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഈ ഉദ്യോഗസ്ഥരുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കുമ്പോഴാണ് ഈ 2 ഉദ്യോഗസ്ഥരും വളരെ ക്രെഡിബിളായ സർവീസ് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരാണ്. ഇതുവരെയും ഒരാരോപണവും നേരിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ക്രൈംബ്രാഞ്ചിലെ തന്നെ ഏറ്റവും സമർത്ഥനായ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഈ ശിവകുമാർ. ശരിയാണ്, ഈ ശിവകുമാർ പോലീസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. പോലീസ് അസോസിയേഷൻ മാത്രം, ഒരൊറ്റ സംഘടന മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുള്ളത്. ഭരണപക്ഷ സംഘടനയെന്നോ പ്രതിപക്ഷ സംഘടനയെന്നോ ഒരു സംഘടനയില്ല. അതിൽ സെക്രട്ടറിമാരായിട്ട് വരുന്നവർക്ക് രാഷ്ട്രീയമായ ചായ്വുകളുണ്ടാവാം. പക്ഷേ പ്രസിഡന്റുമാരായിട്ട് പല ജില്ലകളിലും തീരുമാനിക്കുന്നത് അതാതിടങ്ങളിലെ ഏറ്റവും സമർത്ഥരായ വളരെ ക്രെഡിബിളായിട്ടുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയമിക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് CA ആയിരുന്ന സമയത്താണ് ഈ ശിവകുമാറിനെ പോലീസ് ഓഫീസ് അസോസിയേഷനിലെ ജില്ലാ ഭാരവാഹിയായിട്ട് തീരുമാനിക്കുന്നത്, പിന്നീട് പ്രസിഡന്റായിട്ട് തീരുമാനിക്കുന്നത്. അദ്ദേഹം അതിനുശേഷം പത്തനംതിട്ടയിലാണ് സെർവ് ചെയ്തത്. ഒരു തരത്തിലുള്ള പ്രശ്നവും പ്രതിപക്ഷവുമായിട്ടോ അന്നൊന്നും ഒരാരോപണവും ശിവകുമാറിനെതിരെയും ഇല്ല, സുധീഷിനെതിരെയും ഇല്ല. അതിനുശേഷം ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്നു. ക്രൈംബ്രാഞ്ചിലെ ഏറ്റവും സമർത്ഥനായ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഈ പറയുന്ന ശിവകുമാറും സുധീഷും. അപ്പോൾ ഈ 2 ഉദ്യോഗസ്ഥന്മാരുടെ സർവീസ് റെക്കോർഡിലും ഒരു തരത്തിലുള്ള ബ്ലാക്ക് മാർക്കുകളും ഇന്നേ വരെ ഇല്ല. അതാണ് ആദ്യത്തെ കാര്യം. 2, ഒരു രാഷ്ട്രീയമായ ചായ്വ് ഈ ശിവകുമാറിനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവും നമ്മുടെ മുന്നിലില്ല. അദ്ദേഹം അന്വേഷിച്ച ഒരു കേസിലും പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു ആരോപണവും ഇല്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ SIT ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ ഒരു ഉദ്യോഗസ്ഥനെ കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. അപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT ഒരംഗത്തെ കൂട്ടിച്ചേർക്കുന്നു. നോക്കൂ, ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്നാണ് പറയുന്നത്. SITയുടെ നിയമന കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ടൊരു പങ്കുമില്ല. അത് ആകെയുള്ളത് SITയുടെ അന്വേഷണത്തെ സഹായിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഹോം ഡിപ്പാർട്ട്മെൻറ്റിന് ചെയ്യാനുള്ള ഏക കാര്യം. ഇവിടെ SIT തന്നെ നിശ്ചയിച്ച 2 ഉദ്യോഗസ്ഥരെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SITയിൽ ഉൾപ്പെടുത്തി അത് വിപുലീകരിക്കുമ്പോൾ അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് കേവലം രാഷ്ട്രീയ വിമർശനം മാത്രമാണ്, അതിൽ കഴമ്പില്ല. രണ്ടാമത്തത് അടൂർ പ്രകാശിൻ്റെ വിമർശനമാണ്. അടൂർ പ്രകാശ് ഇന്ന് ഉയർത്തിയിരിക്കുന്ന വിമർശനം, ഇന്നിപ്പോൾ തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം വന്നിരിക്കുന്നത് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നുള്ള വാർത്തയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ വിചാരിക്കുന്നത് പോലെയല്ല SIT. കാര്യം SITയുടെ അന്വേഷണത്തിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും ആദ്യം സമർപ്പിക്കുന്നത് ഹൈക്കോടതിയിലേക്കാണ്. ആ വിവരങ്ങൾ ധരിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ഒരു കാര്യവും SITക്ക് ചെയ്യാനും കഴിയില്ല. അപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SITയെ ആദ്യഘട്ടത്തിൽ ഇപ്പോഴും രമേശ് ചെന്നിത്തല വിശ്വസിക്കുന്നു ഒരു തരത്തിലുള്ള കുഴപ്പവും SITക്കില്ല, അന്വേഷണം നന്നായി നടക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് അടൂർ പ്രകാശിൻ്റെ ആ വാദവും നിലനിൽക്കില്ല. ഇനി ഇന്നലെ അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പൊട്ടിത്തെറിച്ചപ്പോൾ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. അവിടേക്കാണ് ഞാൻ എത്തുന്നത്. രണ്ടാം ഘട്ടത്തിൽ
ഈ കേസിൻ്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ 10 പേരാണ് ജയിലിൽ കിടക്കുന്നത്. അതിൽ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്, ദേവസ്വം കമ്മീഷണറുണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്, ഒരു ദേവസ്വം ബോർഡ് അംഗമുണ്ട്. ഈ 10 പേരിൽ 4 പേർ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ്. ബാക്കിയുള്ള 3 പേർ, 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഒരു ദേവസ്വം ബോർഡ് അംഗവും CPM-മായി അടുത്ത് ബന്ധമുള്ളയാളും ഒരാൾ CPM ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. കടകംപള്ളി സുരേന്ദ്രനെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചു. കടകംപള്ളി സുരേന്ദ്രൻ മൊഴി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഇവരുടെ പ്രധാനപ്പെട്ട മൊഴികളിലൂടെ വളരെ വേഗം ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം അടൂർ പ്രകാശിൻ്റെ പ്രതികരണം കൂടി നമുക്ക് കിട്ടുമ്പോഴാണ് എവിടെയാണ് വ്യക്തതയുള്ളത് വ്യക്തത ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കുക. ഞാൻ 2 കാര്യത്തിലും ഇപ്പോഴും ഭാഗികമായ വ്യക്തത മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്നയാളാണ്. ഈ സ്വർണ്ണക്കൊള്ള എവിടേക്ക് പോകും, അത് പൂർണ്ണമായി ലക്ഷ്യം കാണുമോ ഈ അന്വേഷണം എന്ന കാര്യത്തിലൊക്കെ എനിക്ക് ഈ ഘട്ടത്തിൽ സംശയമുണ്ട്. ആ സംശയത്തിൻ്റെ കാരണം തുണ്ടി മുതൽ കിട്ടിയിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്കെങ്കിലും ലാഭമുണ്ടാക്കി കൊടുത്തു എന്ന് തെളിയിക്കാൻ ഈ നിമിഷം വരെയും സാധിച്ചിട്ടില്ല. പത്മകുമാറിനുണ്ടായ ലാഭം എത്രയാണ്, വാസുവിനുണ്ടായ ലാഭം എത്രയാണ്, വിജയകുമാറിന് ലാഭമുണ്ടായിട്ടുണ്ടെങ്കിൽ എത്രയാണ് ലാഭമുണ്ടാക്കിയിട്ടുള്ളത്, ഇതൊന്നും ഈ ഘട്ടം വരെയും പുറത്തു വരാത്ത കാര്യങ്ങളാണ്. ബാക്കിയുള്ളത് ഭരണപരമായ വീഴ്ചയാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, ദേവസ്വം ബോർഡിലെ അംഗങ്ങൾക്കെതിരെയും പ്രസിഡന്റിനെതിരെയും ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ ലാഭം അവർ സ്വന്തമായി ഉണ്ടാക്കിയിട്ടുണ്ട്, 1 പൈസയുടെ എങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഈ നിമിഷം വരെയും തെളിവുകളില്ല. പക്ഷേ അവർ ഇതിനൊരു ഗൂഢാലോചന പങ്കെടുക്കുകയും ഒരു വഴിയൊരുക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതിനെന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ ഇനി പുറത്തു വരട്ടെ. അപ്പോൾ ഞാനിനി ഇവരുടെ ഈ പ്രധാനപ്പെട്ട സംശയങ്ങളിലേക്ക് വരാം. നമുക്ക് 2 കാര്യങ്ങൾ മാത്രം എടുക്കാം പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങളിൽ. ഒന്ന്, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ചിത്രം. ആ ചിത്രത്തിൽ വലിയ രാഷ്ട്രീയ വിമർശനത്തിന് ഒരു യുക്തിയുമില്ല. കാരണം നേരത്തെ ഞാൻ വിശദീകരിച്ചതുപോലെ അവിടെ ഭീമയുടെ സ്പോൺസർഷിപ്പിൽ അന്നത്തെ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ എന്ന അനൗദ്യോഗിക പദവി വഹിച്ചുകൊണ്ടിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലം മുതൽ ആ പദവി വഹിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഗൂർഖ ജീപ്പ് സന്നിധാനത്തേക്ക് കൊടുക്കാൻ വേണ്ടി വരുന്നു. ഭീമ ജുവലറിയാണ് സ്പോൺസർ. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെയുണ്ട്, മട്ടന്നൂരുണ്ട്, പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും ഉണ്ട്. പുറത്താണ് ആ പരിപാടി നടക്കുന്നത്. ആ പരിപാടിയിൽ കീ ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. അതുമാത്രമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതല്ലാതെ സ്വന്തം വീട്ടിലോ മറ്റേതെങ്കിലും ഒരിടത്തോ വെച്ച് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ ഇനി കൂടുതൽ വിശദീകരണത്തിന് ആവശ്യമില്ല. ഇനി രണ്ടാമത്തത്, അടൂർ കടകംപള്ളി സുരേന്ദ്രൻ്റെ 3 ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ചിത്രം കടകംപള്ളി സുരേന്ദ്രൻ ബാംഗ്ലൂരുവിൽ എയർപോർട്ടിന് പുറത്തെടുത്തിരിക്കുന്ന ചിത്രമാണ്. അത് അദ്ദേഹം വിശദീകരിക്കുന്നത് അവിടെ മലയാളി സമാജത്തിൻ്റെ പരിപാടിക്ക് പോയപ്പോൾ ഇയാൾ അവിടെ അന്ന് ശ്രീരാമപുരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്നയാളെന്ന നിലയിൽ അയാളും അവിടെ എത്തുന്നു. അപ്പോൾ അയാൾ ഈ എയർപോർട്ടിന് പുറത്ത് വെച്ച് ഫോട്ടോ എടുക്കുന്നു എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം. രണ്ടാമത്തത്, ഒരു വീടിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുത്തിട്ടുണ്ട്. അത് പാറശാലയിലാണ്. അത് ഏറ്റുമാനൂരിലെ കള്ളനെ സ്റ്റീഫനെ പിടിച്ച രമണിയുടെ വീട് ദേവസ്വം ബോർഡ് വെച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങിലാണ്. അതിലും കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നേരിട്ട് ബന്ധമില്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി ഒരു സ്ഥലത്ത് ഇരിക്കുന്നതാണ്. അവർ തമ്മിൽ സംസാരിക്കുന്നതായിട്ടാണ് ദൃശ്യങ്ങളിലുള്ളത്. അതും കടകംപള്ളി സുരേന്ദ്രൻ വിശദീകരിക്കുന്നത് ഒരു ഭക്തൻ എന്ന നിലയിൽ, ഒരു സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് എനിക്ക് അയാളെക്കുറിച്ച് അറിയാവുന്നത്. മറ്റൊരു തരത്തിലുള്ള ഇടപാടുകളും ഇല്ല. നിഷേധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത ഒരപേക്ഷയും തൻ്റെ ഓഫീസിൽ കിട്ടിയിട്ടില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഈ നിമിഷം വരെയും നിഷേധിക്കുന്നുണ്ട്. ഇതാണ് അവിടുത്തെ വാസ്തവം. ഇനി തിരിച്ച് അടൂർ പ്രകാശിനോട് നമ്മൾ ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അടൂർ പ്രകാശിൻ്റെ ഈ സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രം എന്നെടുത്തതാണ്? അതിനുപോലും മറുപടിയില്ല. എന്നെടുത്തതാണ് എന്ന ചോദ്യത്തിനൊരു മറുപടി വേണ്ടേ? അത് 2019 ശേഷമാണോ 2019 മുൻപിലാണോ? MP എന്ന നിലയിലാണെങ്കിൽ 2019 ശേഷമായിരിക്കും. 2019 നവംബർ മാസത്തിലാണ് സോണിയാഗാന്ധിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPGയുടെ പിന്തുണ പിൻവലിക്കുന്നത്. അതിനുശേഷമാണ് Z+ കാറ്റഗറിയിലേക്ക് സോണിയാഗാന്ധിയെ മാറ്റുന്നത്. പക്ഷേ അപ്പോഴും 55 CRPF ഉദ്യോഗസ്ഥന്മാരുടെ, അതിൽ കമാൻഡോകളുണ്ട്, അതിൽ മറ്റുദ്യോഗസ്ഥന്മാരുണ്ട്, ഇവരുടെയൊക്കെ അരിപ്പയിലൂടെ വേണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്താൻ. അപ്പോൾ ഒരു പ്രമുഖൻ്റെ സ്പോൺസർഷിപ്പ് ഇല്ലാതെ, റെക്കമെൻഡേഷൻ ഇല്ലാതെ ഈ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ചെല്ലുക സാധ്യമല്ല. അപ്പോൾ മറ്റൊരു ചോദ്യം വരുന്നു, അതിനു മുമ്പ് കയ്യിൽ ഈ ചരട് കെട്ടിയത് 2019 മുമ്പാണോ പിമ്പാണോ എന്നൊരു ചോദ്യം വരുന്നു. ചരട് കെട്ടിയത് SPG പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. കാരണം SPG പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ കൊടുക്കുന്ന ചരട് പോലും SPG ഈ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ കയ്യിൽ കൊണ്ട്, അല്ലെങ്കിൽ ഒരു കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാവാണ്. ഉണ്ണികൃഷ്ണൻ ഒരു കോൺഗ്രസിൻ്റെ നേതാവൊന്നുമല്ലല്ലോ. പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്തും അവിടെ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ എന്ന അനൗദ്യോഗിക പദവിയിൽ ഉണ്ടായിരുന്നയാൾ മാത്രമാണ്. അപ്പോൾ SPG പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ചെല്ലുക മാത്രമല്ല, കയ്യിലൊരു ചരട് കെട്ടിക്കൊടുക്കുക കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രമേൽ അയാൾക്ക് അവിടെ സ്വാധീനമുണ്ടാക്കത്തക്ക രീതിയിൽ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റെക്കമെൻഡ് ചെയ്തത് എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ നിമിഷം വരെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല കേട്ടോ. ആ ചോദ്യത്തിന് ഈ നിമിഷം വരെയും ഉത്തരം കിട്ടിയിട്ടില്ല. ആന്റണി MP അവിടെ ഉണ്ടായിരുന്നു. ആ ആന്റണി MP ആവട്ടെ കമാന്നൊരക്ഷരം ഇന്നേ വരെ മിണ്ടിയിട്ടില്ല. അടൂർ പ്രകാശിനോട് നമ്മൾ ഈ കാര്യം ചോദിക്കുമ്പോൾ അടൂർ പ്രകാശ് ഇന്നലെ മാധ്യമങ്ങളോട് ക്ഷുഭിതനാവുകയാണ് ചെയ്യുന്നത്.
അടൂർ പ്രകാശ് ഇന്നലെ പറയുന്നുണ്ട് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തിയപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി യാദൃച്ഛികമായി തന്നെ വന്ന് കണ്ടതെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിനർത്ഥം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് 2019 ശേഷമാണ് എന്നാണ്. അങ്ങനെയാണല്ലോ അടൂർ പ്രകാശിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കാൻ കഴിയുന്നത്. പക്ഷെ അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ആ സമയത്താണ് ഈ പറയുന്ന തട്ടിപ്പുകളെല്ലാം നടക്കുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തുന്ന സമയത്താണ് അടൂർ പ്രകാശുമായി സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോയി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. ആ സമയത്ത് ഗിഫ്റ്റാണ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ, ഒരു സമ്മാനം കൊടുക്കുന്നത്. ആ സമ്മാനം കൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് ഈ ബെല്ലാരിയിൽ നിന്നുള്ള ഗോവർദ്ധൻ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ എൻട്രി എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ്. VVIP സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് 2019 തെരഞ്ഞെടുപ്പിൽ മാത്രം പരിചയപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എങ്ങനെ വിളിച്ചിട്ട് പോയി എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമാണോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അടൂർ പ്രകാശ് പറയുന്നത്, നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ഇനി താൻ എന്തു പറയണം എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് ആരാണ് പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് നൽകിയത് എന്ന് ചോദിക്കുമ്പോൾ അത് തനിക്കറിയില്ല, അത് അന്വേഷിക്കേണ്ടത് തൻ്റെ ജോലിയല്ല. നോക്കൂ, അത് എത്ര ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള മറുപടിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വന്ന് കണ്ടു, അത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ്, മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെ വളരെ ജനകീയനായ നേതാവെന്ന നിലയിൽ പലരും വന്ന് കാണും, ഒരു സെൽഫി എടുക്കും, അക്കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ഇസഡ് കാറ്റഗറി പ്രൊട്ടക്ഷനുള്ള 2019 അത് നവംബറിന് ശേഷമാണെങ്കിൽ ഇസഡ്+ പ്രൊട്ടക്ഷനുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത് ആരാണ്, അതറിയേണ്ട ബാധ്യത എനിക്കില്ല എന്ന് പറയാൻ അടൂർ പ്രകാശ്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, താൻ എന്തുതരം സാമൂഹ്യ പ്രവർത്തനമാണ് ഈ പോറ്റി നടത്തിയിരുന്നതായിട്ട് താങ്കൾക്കറിയാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉത്തരം മുട്ടുന്ന സാഹചര്യത്തിലാണ്. അതിനുശേഷം ഇന്നിപ്പോൾ അടൂർ പ്രകാശ് പറയുന്നു, നിങ്ങളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകും. ശ്രീ അടൂർ പ്രകാശ്, അങ്ങ് വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ അവിടെ വരും, തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുകയും ചെയ്യും. കടകംപള്ളി സുരേന്ദ്രനോട് നമ്മൾ ചോദിച്ചില്ലേ, വെള്ളാപ്പള്ളി നടേശനോട് നമ്മൾ ചോദിച്ചില്ലേ, അതുകൊണ്ട് അങ്ങ് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും നമ്മൾ അവിടെ വരും, അങ്ങയോട് ഈ കാര്യങ്ങൾ ചോദിക്കും. അങ്ങ് ഈ കാര്യങ്ങൾ ഒരു നാഴികയ്ക്ക് മുമ്പെങ്കിലും അത് മാധ്യമങ്ങളോട് തുറന്നു പറയുകയാണ് വേണ്ടത്. 2 ചോദ്യങ്ങളേ ഉള്ളൂ. ഒന്ന്, 2019 മുമ്പാണെങ്കിൽ SPG പ്രൊട്ടക്ഷനുള്ള സമയത്ത് ഈ ചരട് കെട്ടിക്കൊടുക്കത്തക്ക രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തിയ ആ ഉന്നതരായ വ്യക്തി ആരാണ്, അവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? 2016 ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ സന്നിധാനത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇയാൾ അവിടെ നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ആ സമയത്തെയുള്ള പരിചയമാണോ ഈ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നെത്തിച്ചതും ചരട് കെട്ടിക്കൊടുത്തതും? രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, 2019 ഇത് കണ്ടതെങ്കിൽ ഇസഡ്+ കാറ്റഗറി പ്രൊട്ടക്ഷനുള്ള സമയത്ത് ആരാണ് അപ്പോഴും റെക്കമെൻഡേഷൻ ചെയ്തത്, ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പെർമിഷൻ എടുത്ത് കൊടുത്തത്, അവിടെ എന്ത് ഗിഫ്റ്റാണ് ഈ സോണിയാഗാന്ധിക്ക് കൈമാറിയിരിക്കുന്നത്? കാരണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് അറസ്റ്റിലായ ഒരാളുമായിട്ടും ഒരു സാമ്പത്തിക ഇടപാടും നടത്തി എന്നുള്ളതിൻ്റെ വിവരം ഈ നിമിഷം വരെയും പുറത്തു വന്നിട്ടില്ല. നാളെ ഒരു പക്ഷേ ഇത് പുറത്തു വരികയാണെങ്കിൽ നമുക്കത് അപ്പോൾ ആ ഘട്ടത്തിൽ തിരുത്താം. ഈ നിമിഷം വരെയും വന്നിട്ടില്ല. ഒരു ഗിഫ്റ്റ് കൊടുത്തതായിട്ട് ഏതെങ്കിലും ഒരു നേതാവിന് ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തതായിട്ട് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ആകെ വന്നിരിക്കുന്ന ഒരേ ഒരു ദൃശ്യം അടൂർ പ്രകാശിൻ്റെ സാന്നിധ്യത്തിൽ സോണിയാഗാന്ധിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഗിഫ്റ്റിൽ എന്തായിരുന്നു? ആ ചരട് കേവലം ചരട് മാത്രമായിരുന്നോ? ആ ചരടിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് അറിയാനുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്നല്ല, പക്ഷേ സ്വർണ്ണക്കൊള്ളയുടെ ഗുണഭോക്താവായ, സ്വർണ്ണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത്തരത്തിലൊരു സോണിയാഗാന്ധിയെ കാണാനുള്ള സാഹചര്യം ഒരുക്കിയത് ഇത്തരം തട്ടിപ്പുകാരന്മാർക്ക് എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായിട്ടും ബന്ധമുണ്ട് എന്നതിന് തെളിവ് മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ ആ രാഷ്ട്രീയ ആരോപണം ഈ സഖാക്കളാണ് കയറ്റിയത് എന്ന രാഷ്ട്രീയ ആരോപണം നിലനിൽക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാവും. അതാണ് ഇപ്പോൾ തിരിച്ചടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തെ ഈ വിവാദങ്ങൾ വഴിതിരിച്ചു വിടുമോ എന്ന് ചോദിച്ചാൽ നിലവിലെ SIT അവരുടെ പണി വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട്. അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുമാണ്. നമുക്ക് 5-ാം തീയതി ഇന്റർവ്യൂ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ എവിടം വരെ അന്വേഷണം എത്തി എന്നുള്ളതിന് വിവരങ്ങൾ അറിയാം. 15-ാം തീയതി കഴിയുമ്പോഴേക്കും അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട്. നമുക്കതിനുള്ള സമയം കൂടി SITക്ക് നൽകാം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എൻ്റെ അഭിപ്രായം. സ്വർണ്ണക്കൊള്ള വഴിതിരിച്ചു വിടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് 4 പേർ നോ എന്നാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. Meet the editors.